സ്ഥാനോപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ അവറുകളെ വേദിയിലേക്ക് സമാദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എ.പി. അബ്ദുസ്സമദ് സാഹിബ്, ആദരണീയനായ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ്, വേദിയിലുള്ള ഈ അൻസാറുള്ള സംഘത്തിൻ്റെയും ദാറുൽ അൻസാറിൻ്റെയും അതുപോലെ അൻസാർ അറബിക് കോളേജിൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും സാരഥികളും ഭാരവാഹികളുമായ സഹോദരങ്ങളെ, മറ്റ് വിശിഷ്ട അതിഥികളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, നാട്ടുകാരെ, വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ നടക്കുന്ന ഈ സനദ് ദാന ചടങ്ങിലും ചെറിയമുണ്ടം ചെയർ വാർഷിക പ്രഭാഷണത്തിലും പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ആ സന്തോഷത്തിലാണ് ഉള്ളത്. ദാറുൽ അൻസാർ ഖുർആൻ അക്കാഡമിയിൽ പഠിച്ച് ഖുർആൻ ഹിഫ്ള് ആക്കിയിട്ടുള്ള 14 കുട്ടികൾക്ക് സനദ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണിത്. ഖുർആനിൻ്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതാണ്. അത് സംരക്ഷിക്കുന്നതിന് പല വഴികളുമുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഉത്ബോധനത്തെ നാം ആണ് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക് തന്നതാണ്. സ്വയം ഇതിൻ്റെ സംരക്ഷണം അല്ലാഹു തആല ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ കാലാകാലവും ഖുർആൻ സംരക്ഷിക്കപ്പെടാൻ, നിലനിർത്താൻ ആവശ്യമായ വഴികളും അന്നു മുതൽക്ക് ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ. അത് ഖുർആൻ മനഃപ്പാഠമാക്കുന്നതും ഖുർആൻ എഴുതി വെക്കുന്നതും ഒക്കെ അതിൻ്റെ വഴികളാണ് സംരക്ഷണത്തിനുള്ള. എന്നാൽ എഴുത്തും വായനയും എഴുതാനുള്ള ഉപകരണവും ഇന്നത്തെ പോലെ ഇല്ലാതിരുന്ന അക്കാലത്തും ഖുർആൻ സംരക്ഷിക്കപ്പെട്ടത് പ്രധാനമായും മനഃപ്പാഠമാക്കിക്കൊണ്ടാണ്. ഖുർആൻ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ക്രമത്തിലല്ല അവതരിച്ചത്. ഒരു പുസ്തകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തതുമല്ല. 23 വർഷക്കാലത്തിനിടയിൽ ആവശ്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് മക്കയിലും മദീനയിലും വെച്ച് അല്ലാഹു തആല നൽകിയ ആയത്തുകളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് അപ്പോൾ തന്നെ എഴുതി വെക്കുവാൻ കൽപ്പിക്കുകയും പിൽക്കാലത്ത് അത് ക്രോഡീകരിക്കുകയും ചെയ്തു. ആ എഴുതി വെക്കുമ്പോൾ തന്നെ ഇന്ന ആയത്ത് ഇന്ന സൂറത്തിൽ ഇത്രാമത്തെ ആയത്തായി ഇന്ന ഭാഗത്താണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ ഇങ്ങനെ ക്രോഡീകരിക്കപ്പെടുന്നത്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഖുർആൻ എഴുതി വെക്കുന്നവരിൽ പ്രമുഖ സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം തന്നെയാണ് പിൽക്കാലത്ത് ഖുർആൻ ക്രോഡീകരിക്കുന്ന സമയത്ത് അത് പരിശോധിക്കുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതും. ഓരോ വർഷവും റമദാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരികയും അതുവരെയുള്ള ഖുർആൻ ഓതിക്കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചങ്ങോട്ട് ഓതിക്കൊടുക്കുകയും ചെയ്തിരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ വർഷം 2 തവണ ഇങ്ങനെ ഖുർആൻ പാഠം നോക്കുന്ന ഒരു ഏർപ്പാടും ഉണ്ടായി എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലും കാണാൻ സാധിക്കും. ഇതോടുകൂടി ഖുർആൻ അത് പൂർത്തിയായി ക്രോഡീകരിക്കപ്പെട്ടു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദായിൽ വെച്ച് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ആയത്തോടു കൂടി ഇസ്ലാം പൂർത്തിയായതായും അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ ഖുർആനും ഈ ദീനും അള്ളാഹു തആല പൂർത്തിയാക്കി തന്നു എന്നും ഇസ്ലാം ദീനിനെ അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇമാം മാലിക് റഹിമഹുല്ലാ ഒരിക്കൽ പറഞ്ഞത്, ദീൻ പൂർത്തിയായി കഴിഞ്ഞു. അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലത്ത് ദീനായിരുന്നുവോ അതെന്നും ദീനായിരിക്കും. ഏതെല്ലാം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനിലില്ലയോ അതൊരു കാലത്തും ദീനിൽ ഉണ്ടാവാനും പാടില്ല എന്ന്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പ്രഖ്യാപിതമായ ഒരാശയം ഖുർആനും സുന്നത്തും എന്നതാണ്. ഖുർആൻ, അതിൽ തർക്കമില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരൊറ്റ ഖുർആനാണ്. ആ ഖുർആൻ പിന്നെയുള്ളത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തികളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിൽ ആളുകൾ പ്രവർത്തിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനാനുവാദം നൽകിയ കാര്യങ്ങളും, ഇതാണ് സുന്നത്ത്. പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടായപ്പോൾ ആദർശരംഗത്ത് പല വിഷയങ്ങളിലും, വിശ്വാസരംഗങ്ങളിലും കർമാനുഷ്ഠാനങ്ങളിലുമൊക്കെ പല മാറ്റങ്ങളും ഉണ്ടാവുകയും പിഴച്ച ചിന്താഗതികൾ ഉടലെടുക്കുകയും ചെയ്തപ്പോൾ അന്നത്തെ ഉലമാക്കൾ നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന രീതിയിൽ ഈ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന വിഭാഗം അറിയപ്പെട്ടു. നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ സുന്നികളും ഷിയാക്കളും എന്നറിയപ്പെടുന്നു. നമ്മൾ അതിൽ സുന്നികളാണ്. ഇപ്പോൾ സുന്നികൾ എന്ന് പറയുന്ന ആളുകളിൽ പല സുന്നത്തിലില്ലാത്തതും വന്നുകൂടിയത് കൊണ്ട് തന്നെ നാം പറയുന്നത് നാം യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്, നാം യഥാർത്ഥ സുന്നികളാണ് എന്നാണ്. നമ്മളാണ് സുന്നികളെന്ന് ജനങ്ങൾ അറിയണമെങ്കിൽ നമ്മളത് പറയണം. കേരള ജമിയത്തുൽ ഉലമ ഒരു ബൈലോ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 1924 നമ്മുടെ പണ്ഡിത സംഘടന. ആ പണ്ഡിത സംഘടനയുടെ പേര് കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ലെറ്റർ ഹെഡിലും അതിൻ്റെ സീലിലുമൊക്കെ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് എന്നത് വ്യക്തമായി എല്ലാവർക്കും കാണാവുന്നതാണ്. ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് പരത്തിപ്പറയാനുള്ള കാരണം, നമുക്കെതിരിലുള്ള ഈ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅക്കെതിരിൽ, ഈ യഥാർത്ഥ സുന്നി പ്രസ്ഥാനത്തിനെതിരിൽ ബിദ്അത്തിന്റെ ആളുകൾ പറഞ്ഞ് നമ്മൾ സുന്നി സമൂഹമല്ല എന്നും നമ്മൾ അഹ്ലുസുന്നയല്ല എന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനവർ കണ്ടെത്തിയിട്ടുള്ള മാർഗം വഹാബിസത്തെ കുറ്റം പറയുക എന്നതാണ്. വഹാബിസമുണ്ടെന്നും അത് പിഴച്ച ആളുകളാണെന്നും വഹാബികൾ പിഴച്ചവരാണെന്ന് വളരെ നേരത്തെ തന്നെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഫത്വ നൽകിയിട്ടുണ്ടെന്നുമൊക്കെ ഇപ്പോൾ വീണ്ടും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നമുക്ക് വ്യക്തമായും പറയാൻ സാധിക്കും, നാം വഹാബികളാണ് എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. KNM-ൻ്റെയും ജമിയത്തുൽ ഉലമയുടെയും പണ്ഡിതന്മാർ അത് സ്ഥാപിച്ച കാലത്തോ പിൽക്കാലത്തോ ഇപ്പോഴോ നമ്മൾ വഹാബികളാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് എതിരാളികൾ നമ്മുടെ പേരിൽ ചുമത്തുന്ന ഒരു തെറ്റായ പ്രയോഗമാണ്. മാത്രവുമല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഒരു പണ്ഡിതനെ ചൂണ്ടിക്കാട്ടിയാണ് വഹാബിസം പറയുന്നത്. വളരെ നേരത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള വഹാബിസം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിക്കുന്നതിൻ്റെ 900-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച അബ്ദുൽ വഹാബ് ബിൻ റുസ്തം എന്നറിയപ്പെടുന്ന ഹിജറ 2-ാം നൂറ്റാണ്ടിൽ ഉത്തരാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ പേരിലേക്ക് ചേർത്തിക്കൊണ്ടാണ്. ഹിജറ 2-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അൾജീരിയയിൽ അബ്ദുൽ വഹാബ് ബിൻ റുസ്തം എന്ന പേരിലുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പണ്ഡിതനായിരുന്നു, അവിടുത്തെ ഭരണാധികാരിയുമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ചില ചിന്തകളും ചില അഭിപ്രായങ്ങളും അഹ്ലുസുന്നക്കെതിരായിരുന്നു. അതിനെക്കുറിച്ചാണ് അന്നത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വഹാബിയത്ത്, വഹാബിസം എന്ന് പറഞ്ഞത്. അവിടെ നിങ്ങോട്ട് ഏതാണ്ട് 900-ലേറെ വർഷം കഴിഞ്ഞ ശേഷം അറബ് ലോകത്ത് നവോത്ഥാനവുമായി വന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പേരിലേക്ക് ഈ വഹാബിസം ചേർത്ത് അദ്ദേഹത്തെ കുറ്റം പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വഹാബിസത്തെ എതിർക്കുകയും വഹാബികളെ കുറ്റം പറയുകയും ചെയ്യുന്നതിന് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ വഹാബികളാണ് എന്ന് നമ്മളായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു വലിയ പണ്ഡിതനായിരുന്നു, ചിന്തകനായിരുന്നു, തൗഹീദിൻ്റെ പ്രചാരകനായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മുമ്പും അദ്ദേഹത്തിൻ്റെ ശേഷവും മുസ്ലിം ലോകത്ത് ഒരുപാട് ഉലമാക്കൾ വന്നിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, അതല്ലെങ്കിൽ അബുൽ ഹസൻ അഷ്അരി റഹിമഹുല്ല, ഇമാം ഗസാലി റഹിമഹുല്ല തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും നമ്മൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അവരൊക്കെ സലഫു സാലിഹ്യങ്ങളുടെ മാർഗത്തിലാണെന്നും അവരൊക്കെ അഹ്ലുസുന്നയാണെന്നും നമ്മൾ അംഗീകരിക്കുന്നുമുണ്ട്. പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകാം, പല വീക്ഷണങ്ങളോടും പല പണ്ഡിതന്മാർക്കും എതിർപ്പുണ്ടാകാം. എന്നതിൻ്റെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ അനുയായികളാണ് നമ്മൾ എന്ന് പറയാനുള്ള യാതൊരു ന്യായവും തെളിവും ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന സംഘങ്ങളുണ്ട്. ഇപ്പോൾ KNM ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിൽ സ്ഥാപനങ്ങളുണ്ട്, ഈ ഇസ്ലാഹി ആദർശമുള്ള സ്ഥാപനങ്ങളുണ്ട്, സംഘങ്ങളുണ്ട്. ഓരോ പ്രദേശത്തും വ്യത്യസ്ത പേരിലുണ്ട്. അതിന് ശേഷവുമുണ്ട്. ഇപ്പോൾ ഇവിടെ അൻസാറുള്ള സംഘമുണ്ട്, അതുപോലെ പത്തപ്പിരിയത്ത് ഇംദാദുൽ ഇസ്ലാം സംഘമുണ്ട്, അതുപോലെ അരീക്കോട്ട് ജമിയത്തുൽ മുജാഹിദീനുണ്ട്, പല സംഘങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മൊത്തത്തിൽ ഈ ആദർശം ഉൾക്കൊള്ളുന്നവർ നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നു. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ചിന്താരീതിയുള്ള ഒരു ലോക പ്രസ്ഥാനമല്ല. കേരളത്തിൻ്റെ പുറത്ത്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇതറിയപ്പെടുന്നത് ജമിയത്ത് അഹ്ലെ ഹദീസ് എന്ന പേരിലാണ്. ഡൽഹി കേന്ദ്രമായി 1906 മുതൽ പ്രവർത്തിച്ചു വരുന്ന ജമിയത്ത് അഹ്ലുൽ ഹദീസ്, അതാണ് പാകിസ്ഥാനിലും